ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വയലറ്റ് വിഷസ്. എല്ലാവരുടെ വിശേഷം ഇന്നയിൽ കണ്ട പോലെ തന്നെ മീ ആൻഡ് മൈ ബുക്സിലുള്ള ബുക്സും അത് ഞാൻ എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത്. ബുക്കിനെ കാണിക്കാന്ന് വിചാരിച്ചു, പക്ഷേ ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ വലിയ ലോങ് വീഡിയോ ആയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഫുൾ എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ എല്ലാവരും ഫുൾ ഇരുന്ന് കാണുമല്ലോ. അപ്പോൾ വേണമെങ്കിൽ പാർട്ട് 2 നിങ്ങൾ പറയുകയാണെങ്കിൽ മാത്രം പാർട്ട് 2 കൂടി ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് നമ്മൾ എപ്പോഴും കാണാറുള്ള ബുക്കാണ് നമ്മുടെ ജങ്ക് ജേണൽ. ഇതൊരു ഷോർട്സിൽ പറഞ്ഞിരുന്നത് എനിക്ക് ഫ്രണ്ട് പേജ് എപ്പോഴും ഡെക്കറേറ്റ് ചെയ്യാൻ ഞാൻ പിന്നെ വെക്കും. അത് ഡെക്കറേറ്റ് ചെയ്യില്ല, എന്നിട്ട് ആ ബുക്ക് തീരുകയും ചെയ്യും. ചെറുപ്പം മുതലുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, എല്ലാ ബുക്കിന്റെ ഫ്രണ്ട് പേജും അത് കഴിഞ്ഞിട്ടുള്ള പേജും ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം അതിലൊരു ജേണലിങ്ങോ അല്ലെങ്കിൽ ആ ബുക്കിൽ എന്താണ് ചെയ്യുന്നത് അത് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ടൈന്ന് ജങ്ക് ജേണലിന്റെ ഫസ്റ്റ് പേജാണ് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. ചെയ്തേക്കുന്ന ഒട്ടുമിക്ക എല്ലാ സപ്ലൈസും ABC എന്ന് പറഞ്ഞിട്ടുള്ള ഓൺലൈൻ പേജിൽ നിന്ന് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. ജേണൽ കിറ്റും പിന്നെ ഒരുപാട് ജേണൽ കിറ്റുകൾ ഞാൻ അതിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാ പാറ്റേൺ പേപ്പേഴ്സും നല്ല രസമാണ്. നമ്മൾ എങ്ങനെ ജേണൽ ചെയ്താലും അത് കാണാൻ നല്ല എലഗന്റും ഭംഗിയൊക്കെ ആയി. പേജ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അത് കഴിഞ്ഞിട്ടുള്ള പേജ് ഞാൻ വിട്ടിട്ടുള്ളത് എനിക്ക് മനസ്സിലായത്. ഇതൊന്നും ചെയ്യാതെ വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ മാറ്റി വെക്കണതാ. അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ സ്വഭാവം ഉണ്ടെങ്കിൽ കമന്റിൽ പറയാൻ മടിക്കരുത് ഗൈസ്. ഞാൻ മാത്രമാണോ അങ്ങനെയുള്ളതെന്ന് അറിയണം. ഈ ജങ്ക് ജേണൽ ബുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ആദ്യം എന്റെ കളറിംഗ് ബുക്കായിരുന്നു. ആക്രിലിക് കളേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് കളർ ചെയ്യുന്ന ബുക്കായിരുന്നു. സത്യത്തിൽ ഇത് വാങ്ങിയത് 2019, അതായത് കൊറോണയുടെ ഒക്കെ സമയത്താണ് ഈ ബുക്ക് ഞാൻ വാങ്ങിയത്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് അന്ന് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതായിരുന്നേ. ഇൻസ്റ്റഗ്രാമിലെ പഴയ ഫോട്ടോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബുക്കിൽ ചെയ്തിട്ടുള്ള കളറിങ്ങുകളൊക്കെ കാണാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡ്രോയിങ് ചെയ്തു. അതിൽ അതൊന്നും കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ ഇതിൽ ജങ്ക് ജേണലിംഗ് തുടങ്ങിയത്. പറഞ്ഞാൽ ജങ്ക് ജേണലിംഗ് തുടങ്ങിയതിന് ശേഷമാണ് ബുക്ക് ഒന്ന് ഇണങ്ങി തുടങ്ങിയത്. കയ്യിൽ ജേണൽ ചെയ്യാൻ സപ്ലൈസ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരിക്കുന്നതെന്ന് ഒരിക്കലും ഞാൻ പാടില്ല. കാരണം ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എന്തെങ്കിലും ജേണൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് ജങ്ക് ജേണലിംഗ്. കവർ വെറുതെ വെട്ടി ഒട്ടിക്കുക മാത്രമല്ല, ഇപ്പൊ യൂസ് ചെയ്യുന്ന ജങ്കിന്റെ വ്യൂ നമുക്ക് എഴുതാം, നമ്മുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത് എഴുതാം. അങ്ങനെ നമ്മുടെ ഐഡിയ എന്തോ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ജേണലിംഗ് ചെയ്യുമ്പോഴത്തുള്ള ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആയിരിക്കും. വേറെ ഒന്നിലോട്ടും കോൺസെൻട്രേഷൻ പോകില്ല. അപ്പൊ നമുക്ക് പ്രൊഡക്റ്റീവ് ടൈം കിട്ടിയതുപോലെ ബുക്ക് നിങ്ങൾക്കും കണ്ടുപരിചയം ഉണ്ടാവും. നമ്മുടെ പിക്സൽ ആർട്ടാണ്. ഫസ്റ്റ് പേജ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ചെയ്യാന്നും പറഞ്ഞ് അങ്ങനെ വിടും. നമുക്ക് ഇപ്പൊ തന്നെ ഡെക്കറേറ്റ് ചെയ്യാം. ഡെക്കറേറ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഞാൻ ഇതിന്റെ ആംഗിൾ ശ്രദ്ധിച്ചില്ല. കുറച്ച് സൂം ഔട്ട് ആയിട്ട് നിൽക്കണം. കുറച്ചും കൂടി സൂം ഇൻ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി വ്യക്തമായിട്ട് കാണാൻ പറ്റും. കുഴപ്പമില്ല. അത് പറഞ്ഞ പോലെ എല്ലാ പ്രൊഡക്ട്സും ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഷോപ്പ് ABC സപ്ലൈസ് മാത്രമാണ് കേട്ടോ. ഇപ്പോൾ പ്രൊഡക്ട്സ് ഇല്ലെങ്കിൽ നമ്മൾ എത്രയോ വഴികളുണ്ട്. പ്രിന്റ് എടുക്കുക, കട്ട് ചെയ്യുക, ഒട്ടിക്കുക. ദാറ്റ്സ് ഓൾ. ജങ്ക് ജേണലിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന പാറ്റേൺ പേപ്പർ ഒക്കെ ഞാൻ അങ്ങനെ പ്രിന്റ് എടുത്തതാ. ഇൻട്രസ്റ്റിൽ അവൈലബിൾ അല്ലാത്ത പിക്ചേഴ്സ് ഉണ്ടോ, പ്രിന്റ് എടുക്കുക, കട്ട് ചെയ്യുക, ഒട്ടിക്കുക, അത്രേ ഉള്ളൂ. എനിക്ക് ഏറ്റവും ഉപകാരമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ബീഡഡ് ആൽഫബറ്റ്. അതൊരു ഷീറ്റ് കിട്ടിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിന്റെ ഒരു ബുക്ക്ലെറ്റ് തന്നെ വാങ്ങി. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും എഴുതണമെങ്കിൽ ഈ ഒരു ബുക്ക്ലെറ്റ് യൂസ് ചെയ്തിട്ട് എല്ലാ ആൽഫബറ്റും യൂസ് ചെയ്യാം. നമുക്ക് കാണിച്ചു തന്നാൽ മാത്രം പോരല്ലോ, അതിലെന്താ ചെയ്യുന്നതെന്ന് കൂടി കാണിച്ചു തരണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പിക്സലാട്ടം കൂടി ചെയ്യാം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പിക്സലാട്ടം ഉണ്ടോ എന്ന് ചെയ്യാൻ പോകുന്നത്. കുറെ സമയം എടുത്ത് മെനക്കെടാൻ നിന്നാൽ വീഡിയോ കുറെ ലോങ് ആവല്ലോ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒരു വാട്ടമല്ല ക്ലിക്ക് കളേഴ്സ് വാങ്ങി. പിന്നെ എനിക്ക് ഇങ്ങനത്തെ പിക്സലാട്ടൊക്കെ ചെയ്യാൻ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആൽക്കഹോളിക് മാർക്കറൊക്കെ വാങ്ങിയിട്ടുണ്ട്. അക്രിലിക് കിട്ടിയപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ ചെയ്യാൻ എനിക്ക് തോന്നണുള്ളൂ. സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആണ്, ചെയ്യാൻ നല്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാർക്കേഴ്സ് ഏതാന്നുള്ളത് കമന്റിൽ പറയാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് ഭാവിയിൽ അത് ഗിവ് അവേ ആയിട്ട് കൊടുക്കാല്ലേ. എങ്ങനെ എനിക്കൊരു ഗിവ് അവേ വിന്നർ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നില്ല. കാരണം വേറെ ഒന്നുമില്ല, എനിക്ക് നേരില്ല അത് ഷൂട്ട് ചെയ്ത് വിടാനുള്ളത്. പക്ഷേ തന്നെ ഞാൻ പറയുന്നതായിരിക്കും ഷോർട്സിൽ അങ്ങനെ പറയും. അപ്പൊ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ എന്നും കാണുന്ന ഒരു ബുക്കാണ് ഡെയിലി സ്ക്രാപ്പ് ബുക്ക്. ഇതിന് ഞാൻ അതിന്റെ ഫ്രണ്ട് പേജ് ഭംഗിയിലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്റെ പേജ് ഞാൻ ഒട്ടിച്ച് നശിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. അത് വിചാരിച്ചാൽ ഡെക്കറേറ്റ് ചെയ്യാന്ന്. പിന്നെ വേണ്ട സഹല അത് ചെയ്യരുത് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഹ്യൂജ് ഒരു സ്റ്റാമ്പ് കളക്ഷൻ ചെയ്താലോ. ഇതിലുള്ള എല്ലാ സ്ക്രാപ്പ് എടുത്തുണ്ട്. കമോൺ. ഞാൻ പറഞ്ഞ ആ വോയിസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആ വോയിസ് അങ്ങനെ തന്നെ ഇട്ടത്. അവിടെ എൻ്റെ ഓഡിയോ വന്ന രസം ഉണ്ടാവില്ല സത്യമായിട്ടും. എൻ്റെ പേജ് ഫില്ല് ചെയ്യണമെന്നായിരുന്നു. പക്ഷെ ഒരു പേജ് ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ എനർജി കഴിഞ്ഞു. മതി എന്ന് വിചാരിച്ചു. പ്രോസസ്സ് നല്ല സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള പ്രോസസ് ഒക്കെ ആണ് കേട്ടോ. ഇതിൽ ഒരു സ്ക്രാപ്പ് ഒക്കെ ആകുമ്പോൾ ഓക്കെ, പക്ഷെ ഇതുമാതിരി നിൽക്കുമ്പോൾ നമുക്ക് ബോറടിക്കും. എൻ്റെ പോലെ എല്ലാ ആക്രിമാക്രി സാധനങ്ങൾ എടുത്ത് വെക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ബിലോ. ഡെയിലി സ്ക്രാപ്പ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമാണെന്നുള്ളൊരു കമന്റ് ഇട്ടോളൂ. ഞാനത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവും. ഞാൻ ചെയ്യുന്നത് വെറുതെ ആവും. അങ്ങനെ ഒരു തോട്ട് എനിക്ക് വന്ന് പോകുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കൂടെ അഭിപ്രായം ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് മുന്നോട്ട് അങ്ങനെ തന്നെ ചെയ്യാലോ. എങ്ങനെ നെക്സ്റ്റ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബുക്കാണ് കേട്ടോ സ്ക്രാപ്പ് ജേണലിംഗ്. ആ കണ്ടതൊക്കെയാണ് എന്റെ സ്ക്രാപ്പ് ജേണൽ സപ്ലൈസ്. ഇന്നലൊന്നും വാങ്ങിക്കൂട്ടിയതല്ല, അതിന് ഒരുപാട് കാലത്ത് പഴക്കമുണ്ട് ഗൈസ്. ഇവിടുന്ന് എല്ലാ സ്റ്റിക്കേഴ്സും കാണുമ്പോൾ വാങ്ങി വെക്കും, എന്നിട്ട് പിന്നീട് ഉപയോഗിക്കാന്ന് പറഞ്ഞ് എടുത്തു വെക്കും. എന്നാൽ അത് ഉപയോഗിക്കോ ഒരിക്കലും ഇല്ല. ലാസ്റ്റ് ഈ സ്ക്രാപ്പ് ജേണലിംഗ് തുടങ്ങിയപ്പോഴാണ് ഇതിലെ സ്റ്റിക്കേഴ്സും ഇതിലെ എല്ലാ സപ്ലിമെന്റ്സും ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അതുപോലെ നല്ല ഭംഗിയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ മടിയും എന്ന് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തു വെക്കുന്നവരും കൂടി ഉണ്ടെങ്കിൽ കമന്റ് ബിലോ മറക്കല്ലേ. കൊറോണ കാലഘട്ടത്തിലാണ് എനിക്ക് ഈ വക പരിപാടികളൊക്കെ തുടങ്ങിയത്. അന്ന് ഞാൻ വീഡിയോ എടുക്കില്ലായിരുന്നു, ഞാൻ ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇൻസ്റ്റാഗ്രാം
ഇൻസ്റ്റാഗ്രാമിൽ. അന്ന് നമ്മൾ യൂട്യൂബ് തൊട്ട് കളിയൊന്നും ഉണ്ടായിരുന്നില്ല. യൂട്യൂബ് എന്തോ വലിയ ആൾക്കാർക്കുള്ളതൊക്കെ ആയിരുന്നു എന്നാണ് എൻ്റെ വിചാരം. ക്രാഫ്റ്റ് ജേർണലിംഗ് നമുക്ക് മൂഡ് സ്വിങ്സ് പിടിച്ചിരിക്കുകയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എന്തിനാണ് ഞാനിപ്പോൾ വിഷമിക്കുന്നതെന്ന് അറിയില്ല. ആ ഒരു സമയത്ത് നമ്മൾ ഈ ബുക്ക് എടുക്കുക, എന്നിട്ട് ഈ സപ്ലിമെന്റ് ഒക്കെ നിരത്തി വെക്കുക, ഇഷ്ടമുള്ള രീതിയിൽ അങ്ങോട്ട് ചെയ്യുക. അപ്പം നമുക്കൊരു മനസ്സുഖം കിട്ടും. നമ്മുടെ മൂഡ് സ്വിങ്സ് എങ്ങോട്ട് പോയി നമുക്ക് മനസ്സിലാവില്ല. സത്യമായിട്ടും എനിക്ക് അനുഭവമുള്ളത്. എനിക്കൊരു സ്വഭാവമുണ്ട്, എന്താണ് ലെഫ്റ്റിലുള്ളത് ഏ കളർ തന്നെ ആയിരിക്കണം റൈറ്റിലുള്ള ജേർണലിങ്ങിനും. ഞാൻ അങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല, എനിക്ക് അങ്ങനെ തന്നെ വേണമെന്ന് ഭയങ്കര നിർബന്ധം. അപ്പോഴാണ് ആ ബുക്ക് തുറക്കുമ്പോൾ കാണാനൊരു ഫിനിഷിംഗ് ഉണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ തൊട്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും ബ്ലൂ തന്നെ സെലക്ട് ചെയ്തത്. ഇതുപോലത്തെ സ്ക്രാപ്പ് ജേർണലിംഗ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് പറഞ്ഞോളൂ, നമുക്ക് ചെയ്യാലോ. നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് ഒക്കെ പറഞ്ഞോളൂ. അപ്പോൾ നമുക്ക് അത് റിലേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ തലപുകഞ്ഞ് ആലോചിക്കും നെക്സ്റ്റ് എന്ത് ചെയ്യും, അടുത്തത് എന്ത് ചെയ്യും, ഈ ഒരു ചിന്ത എന്നെ അലട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ആലോചിച്ച് ഞാനൊരു ഷോർട്ട് വീഡിയോ പോലും ചെയ്തിട്ടില്ല. അറിയോ നിങ്ങൾക്ക്? സമയത്ത് തോന്നും എന്നെ പോലെ ആങ്സൈറ്റി ഉള്ളവരുണ്ടാവില്ല. എന്തിനാണ് ഈ ആങ്സൈറ്റി ആവും അതെനിക്കറിയില്ല. ഞാൻ ഈ ക്രാഫ്റ്റിങ്ങിലോട്ട് പിന്നെയും തിരിച്ചു വന്നത് എൻ്റെ ആങ്സൈറ്റി മാറ്റാൻ ഏറ്റവും നല്ലത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ആണെന്നുള്ളത് എന്നേക്കാൾ നന്നായി വേറെ എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് ഞാൻ എന്തിപ്പോൾ പറഞ്ഞത്. അതൊക്കെ തന്നെ. നെക്സ്റ്റ് ആയിട്ടുള്ള ബുക്കാണ് എൻ്റെ ആർട്ട് ബുക്ക്. വരയിൽ അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല, എന്നാൽ ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്ത് വരച്ചിട്ടുള്ള ബുക്കാണിത്. ഞാൻ പറഞ്ഞ പോലെ 2019-20 കാലഘട്ടത്തിലെ ഒരു ബുക്കാണ്. സമയത്ത് എന്ത് ചെയ്യണം എന്നറിയാതെ വീട്ടിലിരുന്ന് എന്താ എങ്ങനെയെന്ന് അറിയാതെ ഇരിക്കുമ്പോൾ തുടങ്ങിയ ബുക്കാണ് കേട്ടോ ഇത്. എനിക്ക് തോന്നി വൈനോട്ട് ഇപ്പൊ തുടങ്ങിക്കൂടാ അങ്ങനെ ഒരു ആർട്ട് ബുക്ക്. എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അതുപോലെ എനിക്ക് വരയ്ക്കാൻ പറ്റുമോ. കുറെ ആയില്ലേ തൊട്ടിട്ട് വിട്ട് പോയിട്ടുണ്ടാകും. ഓൾറെഡി യൂസ് ചെയ്തിരുന്ന ബുക്ക് കഴിഞ്ഞു. അപ്പൊ ഞാനൊരു പുതിയ ബുക്ക് അലോട്ട് ചെയ്തു. അതിന് വേണ്ടതെന്ന് കുറെ ആലോചിച്ചു, ഞാൻ വരച്ചു നോക്കി. എന്റെ ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എക്സ്ട്രാ ഓർഡിനറി, വാവ് സൂപ്പർ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, കാണാൻ രസമുണ്ട്, എല്ലാം മറന്നിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ പറയാനത് കണ്ടിന്യൂ ചെയ്യണം. ഇതിന്റെ വീഡിയോ ഇടണമെന്നാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനിയും വരയ്ക്കുകയും ചെയ്യാം, ഇതിന്റെ വീഡിയോ ഇടില്ലേ. ഞാൻ പറഞ്ഞു വന്നത് ഈ കവർ പേജ് ഡെക്കറേറ്റ് ചെയ്ത കാര്യമല്ല, ഇത് കഴിഞ്ഞിട്ടൊരു വീഡിയോ വരുന്നുണ്ട് ഇതുപോലത്തെ ആർട്ട് ചെയ്ത മാതിരി ഒരു ആർട്ട്. നന്നായി വരക്കാൻ അറിയുന്നവരെ കാണുമ്പോൾ ഞാൻ നോക്കും, വാവ് എന്ത് രസത്തിലല്ലേ വരക്കണത്, ക്യൂട്ട് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തൊരു പെർഫെക്റ്റ് ആണ്. അത് എന്റെ കാര്യം ചോദിച്ചാൽ വരക്കാൻ അറിയാൻ ചോദിച്ചാൽ അറിയാം, പക്ഷെ പെർഫെക്റ്റ് അല്ല. കളറിങ് അറിയാമെന്ന് ചോദിച്ചാൽ അറിയാം, ബട്ട് പെർഫെക്റ്റ് അല്ല. എന്ന് വെച്ചാൽ സിമ്പിൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട് ഒരിക്കലും പറ്റില്ല. തന്നെ നമ്മുടെ മനസ്സിലുള്ളത് ഇങ്ങനെ ആലോചിച്ചെടുത്ത് വരക്കാനൊന്നും എന്നെ കൊണ്ട് ഒരിക്കലും പറ്റില്ല. എനിക്ക് എപ്പോഴും ഒരു റെഫറൻസ് പിക്ക് വേണം. ആർട്ടായാലും ക്രാഫ്റ്റ് ആയാലും ചെയ്യുന്ന ഒട്ടുമിക്ക എല്ലാ ക്രാഫ്റ്റുകളും ഒന്നല്ലേ യൂട്യൂബിൽ കണ്ടതോ അല്ലെങ്കിൽ പിൻട്രസ്റ്റിൽ കണ്ടതോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതോ ആയിരിക്കും. അതുപോലെ തന്നെയാണ് ആർട്ടിന്റെ കാര്യം. അതിൽ വരക്കാനുണ്ടെങ്കിൽ എനിക്കത് മനസ്സിൽ നിന്ന് എടുത്ത് വരക്കാനൊന്നും പറ്റൂല. എനിക്കത് പിൻട്രസ്റ്റിൽ പോയി അതിൽ കുറെ നോക്കി അതിൽ ഏതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ സെലക്ട് ചെയ്ത് നേരെ അതിനെ നോക്കിയിരുന്ന് ആദ്യം പെൻസിൽ സ്കെച്ച് ചെയ്ത് അതൊന്ന് മായ്ച്ച് ഒന്ന് പേനോണ്ട് വരച്ച് പിന്നെ അതിനെ ഡെക്കറേറ്റ് ചെയ്താലാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ. അതുപോലെ ഇന്ന് കുറെ നേരം നോക്കിയിരുന്ന് സെലക്ട് ചെയ്ത ഒരു പിക്ചറാണ് ഞാൻ വരക്കാൻ പോകുന്നത്. അപ്പം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ടച്ച് വിട്ടു എന്ന് തന്നെയായിരുന്നു എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. പെൻസിലെടുത്ത് വരച്ച് തുടങ്ങുമ്പോൾ എന്തൊക്കെയോ എവിടെക്കോ ശരിയാവുന്ന പോലെ തോന്നി. അങ്ങനെ വരച്ച് വരുമ്പോൾ ഓക്കെ ഒരു ലില്ലി ഫ്ലവർ പോലെ എനിക്ക് തോന്നി. ഈ പെയിന്റിംഗ് ആയാലും ഡ്രോയിങ് ആയാലും ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം, ട്രസ്റ്റ് ദ പ്രോസസ്, ഗോ വിത്ത് ദ ഫ്ലോ. ഇതിനാന്നല്ല ചെയ്ത് വരുമ്പോൾ നമുക്ക് തോന്നും ഇത് ശരിയാവില്ല, ഇത് ഫ്ലോപ്പായി, ഇത് കഴിഞ്ഞ് ഇനി റീഡ്രോ ചെയ്യണം. അത് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഫൈനൽ ലുക്കിലോട്ട് എത്തുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. എന്താ അങ്ങനെയും ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഫ്ലോപ്പായ ഒരുപാട് പെയിന്റിങ്ങും ആർട്ടൊക്കെ ഉണ്ട് കേട്ടോ. മോസ്റ്റ് ഓഫ് ദം ഇതുമാതിരി സക്സസ്ഫുൾ ആവാറാണ് പതിവ്. ഇങ്ങനെയാണ് അതിന്റെ മാജിക് എന്താണെന്ന് ചോദിച്ചാലൊന്നും എനിക്ക് അറിയില്ല. അതിനായിട്ട് കുറച്ചേരം ഫോക്കസ് ചെയ്തിരുന്ന് ട്രസ്റ്റ് പ്രോസസ് എന്ന് ഞാൻ എന്നോട് തന്നെ ഒരു 1000 വട്ടം പറയണം. ഇതിന്റെ മിഡിലിൽ വെച്ചിട്ട് ഞാൻ നിർത്താം, കഴിഞ്ഞു, ഇത് ശരിയാവില്ല എന്ന് വിചാരിച്ച് ഞാൻ അവിടെ ഇട്ട് പോകാറുള്ളതാണ് പതിവ്. അങ്ങനെ പതിയെ വരച്ച് ലുക്കിലോട്ട് എത്തുമ്പോഴാണ് അതിന്റെ ശരിയായ റിസൾട്ട് നമുക്ക് മനസ്സിലാവുക. ഇതിന് വേണ്ട ഒരു സാധനം ഉണ്ട്, ക്ഷമ. എന്റെ ലുക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, യെസ് അല്ല നീ ഇത് നിർത്തരുത്, യു നീഡ് ടു കണ്ടിന്യൂ ദിസ്. വെച്ചാൽ ഇത് ഭയങ്കര ഭംഗിയാന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷെ നല്ല രസമുണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ജെറ്റാങ്കിൾ ആർട്ടാണ്. അതേപോലെ തന്നെ ഫ്രണ്ട് പേജ് ഞാൻ ഒരിക്കലും അതിനെ ഡെക്കറേറ്റ് ചെയ്തിട്ടില്ല, അത് അതുപോലെ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ചെയ്ത കുറച്ച് ജെറ്റാങ്കിൾ ആർട്ടാണ്, അത് ഞാൻ ഇപ്പോഴത്തെ ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. ബുക്ക് സത്യം പറഞ്ഞാൽ ഞാൻ നെറ്റ് എക്സാമിന് വേണ്ടി മാറ്റി വെച്ച ബുക്കായിരുന്നു. എൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കാൻ പോയപ്പോൾ എനിക്ക് വെറുതെ ഒന്നും ചെയ്യാനില്ലാണ്ടായപ്പോൾ ഈ ബുക്ക് എടുത്ത് വരച്ചത് ഞാൻ. എക്സാമൊക്കെ ആ പാട്ടിന് പോയി, പിന്നെ എഴുതാനൊന്നും പോയിട്ടില്ല. അത് കാര്യം പറഞ്ഞു വന്നത് നമ്മുടെ ജെറ്റാങ്കിൾ ആർട്ട് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ആർട്ടാണ്. റിപ്പീറ്റഡ് ആയിട്ടുള്ള പാറ്റേണോ റിപ്പീറ്റഡ് ആയിട്ടുള്ള ലൈൻസോ വരയ്ക്കുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഇല്യൂഷൻ അല്ലെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പാറ്റേൺ വന്നിട്ട് അതൊരു ഇല്യൂഷൻ ആട്ടോ അല്ലെങ്കിൽ ഒരു കാണാൻ നല്ല രസമുള്ള ഒരു പിക്ചറായി വരും. ഇതിന്റെ ഫൈനൽ ലുക്ക് കണ്ടാൽ നമ്മൾ ഇതെങ്ങനെ വരച്ചത്, ഇതിന്റെ കുട്ടൻസ് എന്താണെന്ന് നമ്മൾ നോക്കിയിരിക്കെങ്കിലും ഇതിന്റെ പ്രോസസ്സ് വളരെ എളുപ്പമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജെറ്റാങ്കിൾ ആർട്ടും സ്ട്രെസ്സും തമ്മിൽ നല്ല റിലേറ്റഡ് ആണ്. നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെസ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് സ്ട്രെസ് ഫ്രീ ആവണമെങ്കിൽ ഇങ്ങനെ ഒരു ആർട്ട് ചെയ്താൽ മതി, മൂഡ് ശരിയാക്കി എടുക്കാൻ പറ്റും. അത് ഇതിനൊക്കെ വേണ്ട ഒരു കോർ സാധനം ഉണ്ട്, അതെന്താണെന്നറിയോ? ക്ഷമ. സ്ട്രെസ്സിലാണ്, എനിക്ക് തീരെ ക്ഷമയില്ല, അപ്പൊ ഈ പണിക്കൊന്നും നിൽക്കരുത്, പ്രത്യേകിച്ച് ജെറ്റാങ്കിൾ ആർട്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ലാസ്റ്റ് ആകുമ്പോൾ വരച്ച് തീരുന്നില്ലതെന്ന് തീരാത്ത അങ്ങനത്തെ ഒരു സാധനം വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതെന്താ തീരാത്തേന്നും പറഞ്ഞിട്ട് അതിന് സ്ട്രെസ് ആവും. എങ്ങനെ സ്ട്രെസ് ഫ്രീ എന്നും പറഞ്ഞിട്ട് അതിനേക്കാൾ വലിയ സ്ട്രെസ് നമ്മുടെ തലയിലെടുത്ത് വെക്കണ്ട. അതാണ് ഞാൻ ഉദ്ദേശിച്ചോ. എൻ്റെ കയ്യിൽ കുറച്ച് ബുക്സ് ഉണ്ട്, ബുക്സും കൂടി കാണിച്ചാൽ നിങ്ങൾക്ക് ഇനി ബോറടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു ബുക്കിൽ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി ഇതിന്റെ പാട്ട് വേണമെങ്കിൽ കമന്റ് ഇട്ടാൽ മതി, അപ്പോൾ നമുക്ക് പാട്ട് വീഡിയോ ചെയ്യാം. എനിക്കിങ്ങനെ നല്ല ഭംഗിയുള്ള ബുക്കുകളൊക്കെ കാണുമ്പോൾ ഒരു ത്വര വരും, അത് വാങ്ങിക്കണം എന്നിട്ട് ഇത് വാങ്ങിച്ചിട്ട് ബുക്കുകൾ എടുത്ത് വെക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ കമന്റിൽ പറയാൻ മറക്കല്ലേ. പിന്നെ പാട്ട് വേണമെങ്കിലും പറയാൻ മറക്കല്ലേ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടാൻ ഒരിക്കലും മറക്കരുത്. പിന്നെ നമ്മുടെ പേജ് നമ്മുടെ ഫ്രണ്ട്സിനും കൂടി സജസ്റ്റ് ചെയ്യാൻ മറക്കല്ലേ. അഭിപ്രായങ്ങളും കമന്റ്സും ഡിസ്ലൈക്സും എല്ലാം നമ്മുടെ പേജിൽ പറയാൻ മറക്കല്ലേ. That's all for today. Bye bye.